ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിയ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലാസ് 9 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സ്ട്രക്ചേഴ്സ് ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ എടുക്കാനാണ്. ഇതിൻ്റെ പാർട്ട് 1, പാർട്ട് 2 വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാം. എന്നാലും നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു ക്ലാസ് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റദർഫോർഡിൻ്റെ ആറ്റം മോഡലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം എന്ന് വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പല സംഭവങ്ങളും കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കുറേ പഠിച്ചു. നമ്മൾ ഫസ്റ്റ് തന്നെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പീരിമെൻറ്റ് ചെയ്തു. അതിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? കാഥോഡ് റേസ് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ആ കാഥോഡ് റേസ് തന്നെയാണ് ഇലക്ട്രോൺസ് എന്ന കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഡിസ്ചാർജ് ട്യൂബ് എക്സ്പീരിമെൻറ്റ് ചെയ്തു, എന്നിട്ട് അത് കാഥോഡ് റേസ് ആണ് എന്ന് അതിൽ നിന്നും നമ്മൾ കാഥോഡ് റേസ് കണ്ടുപിടിച്ചു. ഇതെല്ലാം ഡീറ്റെയിലായിട്ട് ഫസ്റ്റ് പാർട്ടിൽ വിട്ടിട്ടുണ്ട്. ഞാൻ ഇത് രണ്ടും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കാണുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു പിന്നെ അടുത്തൊരു ക്ലാസ്സിലായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോൺസ് എന്ന് വിളിക്കാനുള്ള കാരണം, അതേപോലെ തന്നെ നമ്മൾ പ്രോട്ടോൺസ് എങ്ങനെയാണ് കണ്ടുപിടിച്ച എന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ നമ്മളൊരു എക്സാമ്പിൾ കൊണ്ടിട്ടുണ്ടായിരുന്നു, പ്ലം കേക്കും അതേപോലെ തന്നെ വാട്ടർ മെലണും. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തിൻ്റെ ആറ്റോമിക് മോഡൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എവിടെയായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്? അതിനൊരു കൺക്ലൂഷൻ ഇല്ല. അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിച്ചതിന് ഒരു തെളിവില്ലായിരുന്നു. എന്നുവെച്ചാൽ ഒരു അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ റദർഫോർഡിൻ്റെ ആറ്റോമിക് മോഡൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തായിരുന്നു, ലൈക്ക് സോളാർ സിസ്റ്റം പോലെയാണ്. അതേപോലെ പ്ലാനറ്റ്സ്, സണ്ണ്, നമ്മളെ എർത്തും മാസും ജൂപ്പിറ്ററും അങ്ങനെ എല്ലാം കൂടെ കൂടിയുള്ളത് നമ്മളൊരു സോളാർ സിസ്റ്റത്തെ ബന്ധപ്പെട്ടിട്ടാണ് എന്ന കാര്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ റദർഫോർഡിൻ്റെ ആറ്റോമിക് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് തന്നെ, ആ ഒരു എക്സ്പീരിമെൻറ്റിൻ്റെ പേര് ഗോൾഡ് ഫോയിൽ എക്സ്പീരിമെൻറ്റ് എന്നാണ്. ഗോൾഡ് ഫോയിൽ എക്സ്പീരിമെൻറ്റ്. ഓക്കെ, നമ്മൾ അത് ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ഈ ആൽഫ പാർട്ടിക്കിൾസിൽ തന്നെ ഹീലിയം ന്യൂക്ലിയസ് He2+. ഓക്കെ, ഈ ഹീലിയം ന്യൂക്ലിയസ് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി ഇതൊരു ആൽഫ പാർട്ടിക്കിൾ സോഴ്സ് ആണ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ ഉണ്ട്, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതാണ് നമ്മുടെ ഗോൾഡ് ഫോയിൽ എക്സ്പീരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് ചെറുതായിട്ട് ചുമയും ജലദോഷമൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ സൗണ്ടിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ജസ്റ്റ് അതൊക്കെ ഒന്ന് പരിഗണിക്കണം കേട്ടോ. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ കാണുന്ന ഞാൻ ഏരോ ഇട്ടതാണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, ഇതാണ് നമ്മളുടെ ആൽഫ പാർട്ടിക്കിൾ. അവിടെ നിന്നിട്ടും ഇങ്ങനെ ലൈൻസ് അവിടേക്ക് പോവുകയാണ്, അതിലേക്ക് പോവുകയാണ്. അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അവിടെ കൊടുത്തിട്ടുള്ളത് സിങ്ക് സൾഫൈഡാണ്. നമ്മൾ മുന്നേ പറഞ്ഞു സിങ്ക് സൾഫൈഡിൽ തട്ടിക്കഴിഞ്ഞാൽ എന്താണ്, അവിടെ എന്തെങ്കിലും റിയാക്ഷൻ നടന്ന് അവിടെ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുക എന്താണ്, അവിടെ ഒരു ചെറിയ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് അത് ഒരു മിന്നും എന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സിങ്ക് സൾഫൈഡ് തട്ടുമ്പോൾ അത് മിന്നും. ഇനി സിങ്ക് സൾഫൈഡ് പോലത്തെ സംഭവത്തിൽ തട്ടുമ്പോഴും അത് മിന്നും. അപ്പോൾ അതിനാണ് ബാക്കിൽ അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദെൻ ഗോൾഡ് ഫോയിലാണ് നമ്മുടെ സെൻറ്ററിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇവർ ഈ ഗോൾഡ് ഫോയിൽ എക്സ്പീരിമെൻറ്റ് നമ്മുടെ റദർഫോർഡ് നടത്തി. ഓക്കെ, എന്ത് ചെയ്തു? നമ്മൾ റദർഫോർഡ് എന്ത് ചെയ്തു? നമ്മൾ ഗോൾഡ് ഫോയിൽ എക്സ്പീരിമെൻറ്റ് നടത്തി. ഈ ഗോൾഡ് ഫോയിൽ എക്സ്പീരിമെൻറ്റ് നടത്തിയപ്പോൾ അദ്ദേഹത്തിന് 3 ഒബ്സർവേഷനാണ് കാണാനായിട്ട് സാധിച്ചത്. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. ഇപ്പം നമ്മുടെ ലൈറ്റ് ഈ ഗോൾഡ് ഫോയിലിലേക്ക് തട്ടിയിട്ട് ഒരുപാട് ആൽഫ പാർട്ടിക്കിൾസും ഈ ഗോൾഡ് ഫോയിൽ നിന്നും നേരെ സിങ്ക്
സൾഫൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഒരുപാട് ഏറ്റവും കൂടുതൽ അതാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഫസ്റ്റത്തെ ഒബ്സർവേഷൻ. എന്താണ്? നമ്മളുടെ ഗോൾഡ് ഫോയിൽ ഉണ്ടല്ലോ, അതവിടെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ എവിടെ നിന്നായിരുന്നു? ആൽഫ പാർട്ടിക്കിളിൽ നിന്നും ലൈറ്റ് ഇങ്ങനെ വന്ന് നമ്മൾ ഗോൾഡ് ഫോയിൽ തട്ടി അത് നേരെ പോയി. ഓക്കെ, അത് നേരെ പോയിട്ട് നമ്മൾ സിങ്ക് സൾഫൈഡ് തട്ടി. അപ്പോൾ അവിടെ എന്തായാലും അവിടെ ഒരു ചെറിയ ലൈറ്റ് കാണും. ഓക്കെ, അങ്ങനെയാണ് ഫസ്റ്റ് തൊരണ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു സ്മോൾ ആംഗിളിലൂടെ അത് പോയി. എന്ത് ചെയ്തു? അതൊരു ചെറിയ സ്മോൾ ആംഗിളിലൂടെ പോയി. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ ആൽഫ പാർട്ടിക്കിളിൽ നിന്നും ലൈറ്റ് പോയി നമ്മളുടെ ആരുടെ ഗോൾഡ് ഫോയിലിൽ തട്ടിയിട്ട് അത് നേരെ റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തത്, അല്ലേ? ആണ്. അപ്പോൾ അതിങ്ങനെ നേരെ റിഫ്ലക്റ്റ് ചെയ്ത് പോയി. ഇനി നമ്മൾ പറയുന്ന കാര്യം അതൊരു സ്മോൾ ആംഗിളാണ്. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം അതൊരു സ്മോൾ ആംഗിളിലൂടെ, അതായത് അത് നേരെ പോവാതെ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞ് പോവുകയാണ് ചെയ്തത്. നേരെ പോവാതെ അതൊന്ന് ചെരിഞ്ഞ് പോവുകയാണ് ചെയ്തത്. ഓക്കെ, അത്രയും ക്ലിയർ ആയോ? അത്രയും ക്ലിയർ ആയെങ്കിൽ ഇനി മൂന്നാമത്തെ ഒബ്സർവേഷൻ. നമ്മളിപ്പോൾ ഒന്നാമത്തെ ഒബ്സർവേഷൻ പറഞ്ഞു, രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു അതെന്താണ്? ചെരിഞ്ഞാണ് പോയത്, നേരെ പതിച്ചുകൊണ്ടാണ് ഫസ്റ്റത്തെ ഒരു ഒബ്സർവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. രണ്ടാമത്തത് ചെറുതായിട്ട് ചെരിഞ്ഞു പോയി. അതെന്തായിരിക്കും? യെസ്, അതിനി നമുക്ക് പറയാൻ കിടക്കണുള്ളൂ. അത് നമുക്ക് മൂന്നാമത്തെ പറയാം. ഓക്കെ, അപ്പോൾ ഈ മൂന്നാമത്തേതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നമ്മൾ 2 ലക്ഷമാണോ? ഓക്കെ, 2 ലക്ഷം ലൈറ്റായി കൂടി പാസ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിലൊരെണ്ണം നമ്മളിപ്പോൾ പറയാം, ഒരു 1000 ലൈറ്റ് റിഫ്ലക്ഷൻ ആണ് അവിടെ നടന്നത്. അത് നേരെ പോയി ഗോൾഡ് ഫോയിൽ തട്ടി അതിലൊരെണ്ണം തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. എന്ത് ചെയ്യും? തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ അത് 180 ഡിഗ്രിയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് അതായത് നമ്മൾ ഈ ഒബ്സർവേഷൻ പറഞ്ഞല്ലോ, ജസ്റ്റ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ടല്ലേ പറഞ്ഞത്. അതിൻ്റെ ജസ്റ്റ് നമുക്ക് പഠിക്കാൻ, നമ്മൾ എക്സാമിനൊക്കെ എഴുതാൻ പറ്റിയ ആ ഒരു രീതിയിൽ ജസ്റ്റ് നോക്കാം. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ അൺഡെഫിനിറ്റഡ്. ഓക്കെ, അത് മോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസും നമ്മളെ ഗോൾഡ് ഫോയിലൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. സം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് റിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ ഫ്രം ദ സ്ട്രെയിറ്റ് ലൈൻ വെൻ ദെൻ ഹിറ്റ് ദ ഗോൾഡ് ഫോയിൽ. അതായത് ഒരു സ്മോൾ ആംഗിളിലൂടെ ചെറിയൊരു വളവിലൂടെയാണ് ചിലത് പോയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ദെൻ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ, അതായത് അതിൽ നിന്ന് ഒരെണ്ണം ഇങ്ങനെ പൗണ്ട് ബാക്ക് ആയിട്ട് റിഫ്ലക്റ്റഡ് ബൈ 180 ഡിഗ്രിയിൽ പോയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി നമ്മൾ പറയുന്ന കാര്യം, ഇതിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു, നമ്മൾ ഓരോ ഒബ്സർവേഷൻ നടത്തി. ആ ഒബ്സർവേഷനിൽ പലതും പല രീതികളിൽ പോയി. ഏറ്റവും കൂടുതൽ നമ്മുടെ ഗോൾഡ് ഫോയിലൂടെ കടന്ന് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കുറച്ച് ചെറിയൊരു ആംഗിൾ വ്യത്യാസത്തിൽ പോയി, ചെറിയൊരു ഡിഫറൻസിൽ പോയി. ഒന്ന് മാത്രം അതിൽ തട്ടി, നമ്മുടെ ഗോൾഡ് ഫോയിൽ തട്ടി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്ന ഒരു പൊസിഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായോ? ഇത് ക്ലിയർ ആയെങ്കിൽ ഇനി നമുക്ക് അതിൽ നിന്നും കുറച്ച് എവിഡൻസ് ഒക്കെ കിട്ടിയ രീതിയിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ മെജോറിറ്റി ഓഫ് എ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദ ഫോയിൽ അൺഫോൾഡഡ് സിങ്ക് മോസ്റ്റ് പാർട്ട് ഓഫ് ദ ആറ്റം വാസ് എംപ്റ്റി. അങ്ങനെ അയാൾക്കൊരു കാര്യം മനസ്സിലായി. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ആറ്റത്തിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള ഏറ്റവും കൂടുതൽ ഭാഗവും എംപ്റ്റി ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ലൈറ്റ് അതിലൂടെ ത്രൂ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഒന്നാണ് തിരിച്ചിങ്ങോട്ടന്നെ വന്നത്, ചിലതാണ് അങ്ങോട്ടും ചെരിഞ്ഞ് പോയത്. അപ്പം പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ആറ്റത്തിൻ്റെ ഉള്ളിൽ പകുതി ഭാഗവും എംപ്റ്റി ആണ് എന്ന് പറയാം. എന്ന് വെച്ചാൽ മുഴുവനായിട്ട് എംപ്റ്റി അല്ല,
കുറച്ച് ഭാഗങ്ങളൊക്കെ എംപ്റ്റി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത് പോസിറ്റീവ് അല്ലേ, അത് പോസിറ്റീവാണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു അതെന്താണ്, ഹീലിയം ന്യൂക്ലിയസ് ആണ്, He+2+ ആണ്. ഓക്കെ, സം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഗെറ്റ് reflected by a small angle due to repulsion cast when pass by the positively charged region inside the atom. അതായത് ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ ഒരു ഒബ്സർവേഷൻ ആണ് സ്മോൾ ആംഗിളിലൂടെ പോയി. അങ്ങനെ പോവാൻ കാരണം എന്തായിരിക്കും? അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോസിറ്റീവ് ചാർജിനെ കണ്ടുകൂടാ. ഐ മീൻ ഇപ്പോൾ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വന്നാൽ അവർ രണ്ടുപേരും അട്രാക്റ്റ് ചെയ്യും. ഇനി പോസിറ്റീവും വന്നു കഴിഞ്ഞാൽ അവർ റിപ്പൽ ചെയ്ത് പോകും. അതേപോലെ തന്നെ നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ അവർ റിപ്പൽ ചെയ്ത് പോവും. നമ്മൾ പറഞ്ഞു നമ്മളുടെ ലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് അല്ല, നമ്മളുടെ ഈ ഒരു ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്. ആൻഡ് ദെൻ ഈ പോസിറ്റീവിൻ്റെ അടുത്തൂടെ പോയത് കൊണ്ടാണ് അവർ റിപ്പൽ ചെയ്ത് പോയത്. നേരെ പോയെന്നല്ല പറയുന്നത്, അതിൻ്റെ അടുത്തു കൂടി പോയത് കൊണ്ടാണ് അവരവിടെ റിപ്പൽ ചെയ്യാനൊരു റീസൺ ഉണ്ടായത്. ആൻഡ് ദെൻ അവർ നേരെ മറിച്ച് അതിൻ്റെ അടുത്തു കൂടി അല്ല പോയിരുന്നെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, ആ ഗോൾഡ് ഫോയിൽ തട്ടി നേരെ അത് പോകും. ഇവിടെ ചെറിയൊരു റിഫ്രാക്ഷൻ പോലെ ചെറുതായിട്ട് ചെരിഞ്ഞല്ലേ അത് പോയത്. യെസ്, അപ്പോൾ അത് ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് ശരിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നത്? അത് രണ്ടും പോസിറ്റീവാണ്. പോസിറ്റീവിൻ്റെ സൈഡിലൂടെ പോയത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ വന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായത്. ഇനി നമുക്ക് നമ്മളുടെ സെൻട്രൽ ആറ്റത്തെ പറ്റി പറയാം. ഓക്കെ, എന്താണ് സെൻട്രൽ ആറ്റം എന്ന കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. അപ്പം തന്നെ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ഫുള്ളും നിങ്ങൾക്ക് ക്ലിയർ ആവും. ദ എൻട്രി പോസിറ്റീവ് ചാർജ് ഓഫ് ആൻ ആറ്റം considered in a very small volume at the central of the atom. The central is extremely small when compared to the size of atom. The alpha particles which bounced back when thus they are reflected in this central he called is central nucleus. ഓക്കെ, സെൻട്രൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അവിടെ ഒരു വെരി സ്മോൾ വോളിയം ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അതായത് അവിടുത്തെ വോളിയം അല്ലെങ്കിൽ അതിനൊരു ഇതെന്ന് പറയുന്നത് കുറച്ച് ചെറുതായിരിക്കും. അതായത് നമ്മൾ രണ്ടും കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇതാണ് പറയുന്നത്. അതായത് അവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ അതിൻ്റെ സൈസും അതിൻ്റെ കമ്പയർ ചെയ്യുകയാണ്, അതിൻ്റെ സൈസിൽ ആറ്റമും ഇതും തമ്മിലുള്ള ആ ഒരു സൈസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിലും ആ ഒരു സെൻട്രൽ ന്യൂക്ലിയസും തമ്മിലുള്ള ഈ സൈസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിലും അതേപോലെ തന്നെയാണ്. എന്താണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴും അത് ബാക്കിലോട്ട് പോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ ഗോൾഡ് ഫോയിൽ തട്ടി അത് ബാക്കിലോട്ട് പോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവിടെയും ഇത് തന്നെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മൾ സെൻട്രൽ ന്യൂക്ലിയസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ആറ്റോമിക് മോഡൽ പറഞ്ഞു. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ആറ്റോമിക് മോഡലാണ്. നമ്മളുടെ റദർഫോർഡിൻ്റെ ആറ്റോമിക് മോഡലായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ആറ്റോമിക് മോഡൽ ഇനി ഒരു പ്രത്യേക മോഡലുണ്ട്. അതായത് നമ്മൾ ഇവിടെ ഞാനൊരു ആറ്റം ഹാസ് എ സെൻട്രൽ കോൾഡ് പ്ലാനറ്ററി മോഡൽ. ന്യൂട്രൺസ് the size of the nucleus is extremely small than compared to the size of the atom. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് ദ എക്സ്റ്റേണൽ പോസിറ്റീവ് ചാർജ് ഓഫ് ദ മോസ്റ്റ് ഓഫ് ദ മാസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു റിഫ്രാക്ഷനും മാസിനെയും കൂടി ഇൻക്വയർ ചെയ്യുന്നുണ്ട്. ഓഫ് ദ മോസ്റ്റ് ഓഫ് കൺസിഡേർഡ് ടു ദ ന്യൂക്ലിയസ്. അതായത് ആറ്റം മാസും നമ്മൾ ആറ്റവും മാസും എന്ന് പറയുന്നത് ആ ഒരു ന്യൂക്ലിയസിനെ കൺസിഡേർഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. നടുവിൽ നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റോറും ഒരുപാട് ഓർബിറ്റുകളുണ്ട്. അതിലാണ് നമ്മളുടെ ഇലക്ട്രോൺസ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞു
അങ്ങനെ ഈ നമ്മുടെ സയൻറ്റിസ്റ്റ് ഉണ്ടല്ലോ, വലിയ ആളെ പോലെ ഇതൊക്കെ ഞാനാണ് കണ്ടുപിടിച്ചത്, ഇത് ഞാനിങ്ങനെ പ്രസൻറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഇതൊന്നും ഇല്ലാത്ത ആള് നല്ല ഒരാൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അയാൾ നല്ല മൂഞ്ചി പോയതായിരുന്നു. എന്താണ് അതിന് എന്തുണ്ടായിരുന്നില്ല, ഒരു പ്രൂഫ് ചെയ്യാൻ ഒരു ആ ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നില്ല, എന്ത് പറയണമെന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ഫ്രൂട്ട് വെച്ചിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയായിരുന്നു. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, സോളാർ സിസ്റ്റത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എക്സാമ്പിൾ കൊണ്ടുവന്നു, അതിൻ്റെ എക്സ്പീരിമെൻറ്റ് ചെയ്തു. നമ്മൾ ഏത് എക്സ്പീരിമെൻ്റ് ആണ് ചെയ്തത്? നമ്മളുടെ ഗോൾഡ് ഫോയിൽ എക്സ്പീരിമെൻറ്റ് ചെയ്തു. അതിൽ നിന്നും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. യെസ് എന്നൊക്കെ പറഞ്ഞാൽ അയാൾ നല്ല തുള്ളി ചാടിയിട്ട് ഇത് കൊണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ നമ്മളുടെ മിക്സ്വാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൾ ഇങ്ങോട്ട് വന്നു. അയാൾ നല്ല DJ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ആളുകളെ ഇയാളെ വിശ്വസിക്കേണ്ട, ഇവിടെ ഒരു മിസ്റ്റേക്ക്. അദ്ദേഹം വെറുതെ അങ്ങോട്ട് വിടുകയൊന്നുമില്ല, ആള് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ആള് പറഞ്ഞു, ഇവിടെ ശരിക്കൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതിൻ്റെ മൊത്തം പൊട്ടത്തെറ്റാണ്, ഇത് ചെയ്തൊന്നും ശരിയല്ല എന്ന് പറയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, നമ്മൾ പറഞ്ഞു നമ്മളുടെ ഇലക്ട്രോൺസിൽ ഒരു എന്തുണ്ട്, ഒരു എനർജി ഉണ്ട്, ഒരു ചാർജ് ഉണ്ട്, ഒരു എനർജി ഉണ്ട്, ഒരു ചാർജ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ വെച്ചാൽ തീരെ ക്ലിയർ ഇല്ല, ഇവിടെ വെച്ചാൽ ഓക്കെ. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ന്യൂക്ലിയസ് നടുവിലുണ്ട്, ആറ്റം ന്യൂക്ലിയസ് നടുവിലുണ്ട്, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ മേലെ ആറ്റം ഉണ്ട്, പിന്നെ ഇങ്ങനെ റൗണ്ട്. അപ്പം നമ്മൾ ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കറങ്ങി ഇതിന് എനർജി അല്ലേ, ഇതിന് ക്ഷീണമൊന്നും ഉണ്ടാവാതിരിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിങ്ങനെ കറങ്ങി ക്ഷീണിച്ച് നമ്മളെ ന്യൂക്ലിയസിൽ വന്ന് ചത്ത് കിടക്കുകയാണ്. അങ്ങനെ ചത്ത് കിടക്കൂലേ? അപ്പോൾ അങ്ങനെ ഒരു ഇത് അവിടെ നടക്കൂലേ എന്ന് നമ്മൾ ആര് പറയാണ്, നമ്മളെ റദർഫോർഡിൻ്റെ ആറ്റം മോഡലിനെ ഉന്തി തള്ളിക്കൊണ്ട് നമ്മളെ മാക്സ്വെൽ വരികയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ റദർഫോർഡിൻ്റെ ആറ്റം മോഡലിനെ ഇങ്ങനെ ഇങ്ങോട്ട് തള്ളി പറഞ്ഞ മാക്സ്വെല്ലിനെ ഇങ്ങനെ ഇങ്ങോട്ട് വിളിച്ചു. എന്ത് ചെയ്തു, ഇങ്ങനെ ഇങ്ങോട്ട് തള്ളി പറഞ്ഞ ഇങ്ങനെ ഇങ്ങോട്ട് വിളിച്ചു കേട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, എനർജി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, എനർജി ഇങ്ങനെ കറങ്ങി അവസാനം ന്യൂക്ലിയസിൽ എത്തുമ്പോൾ അതിൻ്റെ ഫുൾ ഓൺ എനർജി കഴിയാണ്. ഇപ്പം ഞാൻ തന്നെ ഇതൊരു റൂമാണ്, ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റുവരം കുറേ നേരം കറങ്ങി കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ എനർജി കഴിയും. അതായത് എനിക്ക് തന്നെ ക്ഷീണം വന്നു തുടങ്ങും, നമ്മളിങ്ങനെ പിന്നെ അതിങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെയാണ് നമ്മളുടേത്. അപ്പോൾ ഈ എനർജി ഇങ്ങനെ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് സോളാർ സിസ്റ്റം പോലെയാണ്. സോളാർ സിസ്റ്റത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, അവർക്ക് ക്ഷീണമില്ലല്ലോ. അതേപോലെയല്ല നമ്മളുടെ ആരെന്ന് പറയുന്നത്, ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അവർക്കൊരു ചാർജ് ഉണ്ട്, അവർക്കൊരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുക്കാം, നിങ്ങൾക്ക് കൂടുതലായിട്ട് കുറച്ചും കൂടി ക്ലിയർ ആവും. നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ഓർബിറ്റിലൂടെയാണ് ഇത് നടക്കുന്നത് എന്ന കാര്യം. ഈ ഇലക്ട്രോൺ നമ്മൾ പറഞ്ഞ ഓർബിറ്റിലൂടെ നടക്കുകയാണ്. ഇലക്ട്രോൺസ് ഉണ്ട് നമ്മളെ ഓർബിറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു ഓർബിറ്റിൽ തന്നെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നും ഇദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, എന്താണ് ഇതിങ്ങനെ പോയി ഇതിൻ്റെ ചാർജ് കഴിയും എന്ന കാര്യം അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ ഒരു ഓർബിറ്റില് നമ്മൾ പറഞ്ഞു, ഇപ്പം നമ്മളുടെ സോളാർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ സണ്ണ് കഴിഞ്ഞാൽ വീനസ്, യുറാനസ്, നെപ്റ്റ്യൂൺ, നമ്മളെ എർത്ത് എന്ന ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ടായിരിക്കും. അതേപോലെ പക്ഷെ എന്താണ് ഒരു ഓർബിറ്റിൽ തന്നെ ഒരു പ്ലാനറ്റ് അല്ലേ ഉള്ളൂ. ബട്ട് അതുപോലെ തന്നെ ആവണം നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഓർബിറ്റിൽ തന്നെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പൂർണ്ണമായി പറയുകയാണെങ്കിൽ ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയോ? ഈ ചുറ്റും വളയം വെക്കുന്ന ആളുകൾക്ക് റെഡ് കൊടുക്കാം. ഓക്കെ, റെഡ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ അതന്നെയല്ലേ
ചുറ്റും വലയം നിൽക്കുന്ന ആളുകൾക്ക് ഗ്രീൻ കളർ കൊടുക്കാം. അവരാണ് ഇലക്ട്രോൺസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ നടുവില് രണ്ട് ടീംസ് ഉണ്ട്, റെഡ് കളറും ബ്ലൂ കളറും. ഈ റെഡ് കളർ അതായത് നമ്മൾ ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ പോവാണ്. ഇത് നമ്മൾ ന്യൂട്രോൺസ് കണ്ടുപിടിച്ചൊരു സെക്ഷനാണ് പറയുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് നമുക്കില്ല. ഇത് ആര് കണ്ടുപിടിച്ചു എന്നുള്ള ഒരാളെ പേര് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ബെർലിയ ഷോട്ട് കൊടുത്തു, ഒരു ഷീറ്റ് പോലെ. അതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ വന്ന് അവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചാർജ് ഇല്ല. അതിവിടെ തട്ടിയിട്ട് അവിടെ ന്യൂട്രോൺസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സംഭവം എങ്ങനെ വന്നു, എങ്ങനെ കണ്ടുപിടിച്ചു, ന്യൂട്രോൺസ് എങ്ങനെ ഉണ്ടായി എന്ന കാര്യം നമുക്ക് പഠിക്കാനില്ല. ഇലക്ട്രോൺസും പ്രോട്ടോൺസിൻ്റെയും കേസിൽ നമുക്ക് അതെങ്ങനെ ഉണ്ടായി എന്ന കാര്യം പഠിക്കാനുണ്ട്. ഈ ആറ്റോമിക് മോഡൽ എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ റദർഫോർഡിൻ്റെ ആറ്റോമിക് മോഡൽ എന്ന് പറയുന്നത് നമ്മളുടെ പ്ലാനറ്ററി മോഡലിന് അനുബന്ധിച്ചിട്ടുള്ളതാണ്. അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ ഈ പ്ലാനറ്ററി മോഡൽ എന്ന് പറയുന്നത് സണ്ണല്ല, അങ്ങനെയാണ്. സണ്ണിൽ സണ്ണാണ് സെൻറ്ററിൽ നിൽക്കുന്ന ആള്. പിന്നെ നമ്മൾ ഒരുപാട് പ്ലാനറ്റ്സ് ഇങ്ങനെ ചുറ്റോറം വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മളെ ആറ്റമാണ് സെൻറ്ററിൽ നിൽക്കുന്നത്. അതിനങ്ങനെ സർക്കിൾ ചെയ്ത് വലയം വെക്കുന്നത് ഒരേ ആൾക്കാരാണെന്ന് മാത്രം. അവിടെ ഇലക്ട്രോൺസ് ആണ് വലയം വെക്കുന്നത് എന്ന കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. മറ്റേ പലതരത്തിലുള്ള പ്ലാനറ്റ്സ് ആയിരുന്നു വലയം വെച്ചിട്ട്. ജെയിംസ് ഷഡ്വിക് ആണ് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചത് എന്ന കാര്യം മാത്രം ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇതിൽ നമ്മൾ പറയുന്ന ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ബ്ലൂ കളേഴ്സിൽ കൊടുത്തതാണ്. അതായത് പോസിറ്റീവും അവിടെ ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ചുറ്റോറും നമ്മളെ ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.